ആരടാ ജി നമ്മളെ മലപ്പുറം ഭാഷ തന്നെ ചോദിക്കണം, ആരാ ജി സിജോ? വെറുതെ എന്താ പറയുക, ഒരു ദിവസം മുഴുവനും കംപ്ലീറ്റ് വാഴയായിട്ടിരുന്നിട്ട് അവിടെ ജാസ്മിൻ്റെ മൂഡ് താങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ജിൻഡോനോട് ഇവിടുന്ന് കരഞ്ഞ് മെഴുകിയിട്ട് പുള്ളി പറയാം നീ ആരാന്നല്ല ചോദിക്കുക. ഞാൻ സത്യം സീരിയസ് ആയിട്ട് പറയട്ടെ, ഈ വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ അത്രയധികം വിഷമമില്ല, പക്ഷേ പശ്ചാത്തപിക്കുന്നില്ല. ഞാൻ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ച് നോക്കുക. കാരണം വെച്ചാൽ മറ്റേ റോക്കിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടിപ്പോയിട്ട് ഇവന് വേണ്ടിയിട്ട് അത്രയധികം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തൊരു വ്യക്തിയാട്ടോ ഞാൻ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഇന്നിപ്പോൾ ആ ജയിലിൻ്റെ ഉള്ളിൽ നടന്നുള്ള പ്രശ്നത്തിൽ എല്ലാവരും കൂടി ജിൻഡോനെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ജിൻഡോയ്ക്ക് സംസാരിക്കാനുള്ള ഞാനത് എടുത്തെടുത്ത് ജിൻഡോയ്ക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നല്ല പറഞ്ഞത്, മറ്റുള്ള ആ ഹൗസിലുള്ള മറ്റുള്ള ആൾക്കാരുടെ അത്ര രീതിയിൽ പറഞ്ഞ് കാര്യങ്ങൾ ഫലിപ്പിക്കാൻ അതിനുള്ളൊരു ഒരു എബിലിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിപ്പോയി ജിൻഡോ അല്ലേ. അതിന് മുന്നേ അവിടെ നടന്നിട്ടുള്ള ആ സംഗതി നടന്നിട്ടുള്ള എന്നിപ്പോൾ ഞാൻ എന്തുകൊണ്ടത് പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ക്ലിപ്പ് ഇപ്പോൾ ലൈവിൽ നടന്ന സംഭവം കേട്ടോ. അതായത് ഇന്ന് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. അതായത് പിന്നെ ഈ ജാസ്മിൻ അവിടെ നിന്ന് മാറിക്കിടക്കുന്ന ഇഷ്യൂ ഉണ്ടല്ലോ, ആ ഇഷ്യൂവിൽ ജാസ്മിൻ ഇവനെ പോയി അടിക്കുന്ന കേസിൽ ഒരുത്തരൊരു വർത്തമാനം ഉണ്ടെന്നില്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള നമ്മളെ യൂഷ്വൽ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്ത് നാളെ രാവിലെ വരും. പക്ഷേ ഈ ക്ലിപ്പ് കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞു തോന്നി. കാരണം പ്രത്യേകിച്ച് സിജോൻ്റെ സംഗതി കണ്ടിട്ട്, സിജോനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നാളെ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ 7 മണിക്കാണ് രാവിലെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. 7 മണിക്കേ വരും. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് 10 പൈസ പണിയെടുക്കാതെയും മിണ്ടാതിരുന്നിട്ട് കാട്ടുതീയാണ് മറ്റേ തീയാണെന്നും പറഞ്ഞിട്ട് പിന്നെ അവിടെ വന്നിട്ട് വെറും നോക്കുകൂലി വാങ്ങിയിരുന്നിട്ട് രാത്രി അവൻ ജാസ്മിന് വേണ്ടിയിട്ട് ഇത് എന്താ പറയുക ഇരുന്നിട്ട് ഈ ഇത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, സത്യം പറഞ്ഞ സിജോ പുച്ഛം തോന്നിപ്പോ സിജോനോട്. എന്താണ് സംഗതി നടന്നതെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേണ്ട തിരക്കിടില്ല. കരഞ്ഞ് മെഴുകിയിട്ടേ പോളൂ. എന്നുവെച്ചാൽ ഒരുപാട് ഭാഗം അവിടെ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തു. അവൻ എന്തൊക്കെയോ തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആംബിയർ ഉണ്ടാവില്ല ജാസ്മിനെതിരെ അങ്ങനത്തെ രീതിയിൽ ആൾക്കാരോട് സംസാരിക്കാൻ. അതാണ് ഞാൻ ജിൻഡോൻ്റെ കേസ് എടുത്ത് പറയാൻ വെച്ചാൽ സംസാരിക്കാനുള്ള ആ തിരിച്ചു പറയാനും പറഞ്ഞിതാക്കാനുള്ള പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് വർത്താനം പറയണ മാതിരില്ല. വർത്താനം പറയുന്ന ആൾക്കാരുടെ അടുത്ത് വർത്താനം പറയാൻ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി പറയട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, സിജോക്ക് വാണിങ്ങും പരിപാടി തരാൻ നമ്മളാരുമല്ല, ഇതൊക്കെ ഗെയിം കൊണ്ട് പറയട്ടോ, അല്ലാണ്ട് ഈ ചങ്ങായിനോട് പേഴ്സണൽ സംഭവം ഉണ്ടായിട്ടല്ല. ഒരു കാര്യം കൂടി പറയാം, കാരണം ഇതേ സിജോനെ തന്നെ നമ്മൾ അത്രയും പൊന്തിച്ച് പറഞ്ഞതാണ്. പിന്നെ അസി റോക്കിനോട് ഡയലോഗ് അടിച്ചിട്ട് ഒരു താടിയിൽ പൊട്ടിയിട്ടാണ് പോയിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഇതേ കണ്ടീഷൻ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മറ്റേ താടിയിലും കൂടി പൊട്ടിയിട്ട് അടുത്ത 35 ദിവസം കൂടി കഴിയുമ്പോഴേക്കും 100 ദിവസം കഴിയും. അതുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന സമയത്ത് സൂക്ഷിച്ചോട്ടെ. ഇതേ ഞാൻ തന്നെയാണ് ഇവനെ അടിച്ച സമയത്ത്, ഇവനെ അടി കൊണ്ട സമയത്ത് അത്രയധികം മോശമായിട്ട് അസി റോക്കിനെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അത്രയും മോശമായിട്ട് അസി റോക്കിനെ ഞാൻ പറഞ്ഞതും അതെ, സിജോൻ അത്രയ്ക്ക് സപ്പോർട്ടും ചെയ്തു പോയി. ആക്ച്വലി പശ്ചാത്തപിക്കുന്നില്ല, നമുക്കതിൽ ഒരു റിഗ്രറ്റും കാര്യങ്ങളൊന്നുമില്ല. സത്യം തന്നെയാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും ഒരു വർത്താനം ഞാൻ പറയാണ്, ഈ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ മറ്റേ റോക്കിൻ്റെ അടുത്ത് കിട്ടിയ മാതിരിയും കൂടി ആവില്ല സിജോൻ്റെ അടുത്ത് മറ്റേ എന്താ പറയുക ജിൻഡോ അടിക്കൊന്നുമില്ല. പക്ഷെ എന്നാലും പറയുക, വെറുതെ മറ്റേ താടിയിലും പ്ലേറ്റും കൂടി കൊള്ളാക്കാൻ നിൽക്കണ്ട. അതിൻ്റെ ആ ഒരു ഇപ്പോൾ അവൻ പറഞ്ഞ മാതിരി തന്നെ മറ്റേ ഒരു ശരിയാണ്, അവൻ നാക്കുകൊണ്ട് കളിക്കുന്ന കളി തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഇത് വേണം. ആ ജിൻഡോ പാവം അതിന് സംസാരിക്കാൻ പറ്റില്ല, അതിൻ്റെ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള ഡയലോഗ് അടിക്കുക. പകൽ മുഴുവൻ വെറുതെ ഇരിക്കുക, ഇന്ന് മുഴുവൻ വെറുതെ ഇരുന്നു. തീയൊക്കെ വേറെ എവിടെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. മറ്റേ അവനവൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി കത്തേണ്ടി വരും കാട്ടുതീട്ടോ. നമ്മുടെ ഈ വീട്ടിലെ വേസ്റ്റൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കേണ്ടി വരും കാട്ടുതീ.